ഹായ്! കേരളത്തിലെ മെന്റലിസ്റ്റുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ ലാസ്റ്റായിട്ട് ഇട്ടിരുന്ന വീഡിയോന് ആക്ച്വലി ഞാൻ പ്രതീക്ഷിക്കാത്തത്ര റെസ്പോൺസാണ് എനിക്ക് വന്നത്. കാരണം പേഴ്സണൽ മെസ്സേജായിട്ട് ഏകദേശം ഒരു 150 പേരോളം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ തരുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. അതുപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തൊരു കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. കാരണം സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസം ഇന്ന് ഈവൻ പ്രൊഫഷണൽ മെന്റലിസത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഒരുപാട് കൺഫ്യൂസിംഗ് ആണ് എന്താണെന്നുള്ളത്. കാരണം അത് ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. ഫ്രീ ഫോം മെന്റലിസം എന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ വീഡിയോയും മെന്റലിസം ആസ്പയറിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സോ ഫ്രീ ഫോം മെന്റലിസം ഇന്ന് കുറച്ചും കൂടി ചർച്ചയിൽ വന്ന കാര്യമാണ്. ആദ്യം മെന്റലിസം മാത്രമായിരുന്നു, പിന്നീട് അത് സ്പെസിഫിക് ആയിട്ട് ഫ്രീ ഫോം മെന്റലിസം എത്തി. സോ അതിൽ നിന്നുള്ള ഒരു അപ്ഗ്രഡേഷൻ കൂടിയായിരുന്നു സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസം എന്ന് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾ ഈ ഫ്രീ ഫോം മെന്റലിസം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അത് പക്ഷേ നിങ്ങൾ സൈക്കിക് മെന്റലിസം എന്ന് നോസ്ട്രഡാമസ് മെന്റലിസം എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോസ്ട്രഡാമസ് എന്ന് പറഞ്ഞ വേർഡ് മാത്രം ഉപയോഗിക്കുന്ന ചില SEO പേജുകൾ എന്ന രീതിയിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻ ഇതിനൊന്നിനും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഇത് നമ്മൾ പബ്ലിക്കലി ഇപ്പോഴാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. കാരണം സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസം എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഒരു 2-2.5 വർഷത്തോളം ഉള്ള റിസർച്ച് പ്രോസസ്സിലൂടെ ഒരു ഏകദേശം ഒരു 2-2.5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അത് ക്യൂറേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ചില മെത്തേഡ്സ് ആണ്. ഇതൊരിക്കലും ഒരു പെർട്ടിക്കുലർ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ക്രഷ് നെയിം റിവിലേഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ATM പിൻ പാസ്വേഡ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ചില റുട്ടീൻസ് മാത്രമല്ല. നിങ്ങൾ ഈ 1 മിനിറ്റ് വീഡിയോയിലോ അല്ലെങ്കിൽ ചെറിയ റീൽസിലും ഷോർട്സിലും മാത്രം കാണുന്ന ചെറിയ വീഡിയോ എഫക്ട്സ് അല്ല അത് ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. കാരണം അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ടൈം കൂടി വേണം. സോ അതൊരു എക്സ് ഫാക്ടർ എന്ന രീതിയിലാണ് ഞാൻ കോഴ്സ് ലോഞ്ച് ചെയ്തപ്പോൾ ഒരു അഡീഷണൽ ഫാക്ടർ എന്തായിരിക്കും മറ്റുള്ള അക്കാഡമികളിൽ നിന്ന് ഒരു അഡീഷണൽ ഫാക്ടർ ആയിട്ട് എന്തെനിക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ആ ഒരു ഇതിനെ ഞാൻ പബ്ലിക്കായിട്ട് ഡെലിവർ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഇത് തീരുമാനിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ അടുത്ത ഈ സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസം എന്നതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയായിരുന്നു. കാരണം ഇത് റിലീസ് ചെയ്യാൻ, കാരണം ഇത് ആക്ച്വലി ഒരു പാറ്റേൺ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് മാത്രം അറിയുന്ന കാര്യം എന്തിനാണ് ഞാൻ റിലീസ് ചെയ്യുന്ന ചോദ്യം ഒരുപാട് പേർക്കുണ്ടാവും. അത് യൂഷ്വലി ഇന്റർനാഷണൽ മെന്റലിസ്റ്റുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം വൺസ് നമ്മൾ പെർഫോം ചെയ്യുന്ന പല കാര്യങ്ങളും അവർ ക്രിയേറ്റ് ചെയ്തവർ റിലീസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. സോ അതുകൊണ്ട് തന്നെ പക്ഷെ അവരത് ഉപയോഗിക്കുന്ന സമയത്ത്, പക്ഷേ അവരത് റിലീസ് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ തന്നെ ഒരു പെർഫോമിംഗ് ലെവൽ അവർ റിലീസ് ചെയ്യാൻ പോകുന്ന എഫക്റ്റിനേക്കാളും ഒരു പടി മുകളിലേക്ക് കൊണ്ടുപോയതിന് ശേഷം മാത്രമായിരിക്കും അത് റിലീസ് ചെയ്യുന്നത്. സോ സെയിം കാര്യം തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസത്തിനേക്കാളും ഉപരിയായിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് ഞാനിപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഞാനിത് പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യാനുള്ള കാരണം. ഇനി സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ മാത്രമല്ല, ഇത് പ്രൊഫഷണലി മെന്റലിസം പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും നേരിടേണ്ടി വന്ന മെയിൻ ചോദ്യങ്ങളാണ്. കാരണം ഇൻ കേസ് നിങ്ങളൊരു മെന്റലിസ്റ്റിന്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ ആദ്യം വരുന്ന ഒരുപാട് ചോദ്യങ്ങളിൽ ഒന്നായിരിക്കും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. സോ ഈ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ, പാസ്റ്റ് പറയാൻ കഴിയുമോ, ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിരന്തരം എല്ലാ മെന്റലിസ്റ്റുകളും, ഇന്ന് വേൾഡിലുള്ള എല്ലാ മെന്റലിസ്റ്റുകളും കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യന് ആക്ച്വൽ മെന്റലിസം എന്നതിന് നമുക്ക് ഉത്തരങ്ങളൊന്നും തന്നെയില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ലൈക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ചില മെത്തേഡ്സ് ഉണ്ട്. കോൾഡ് റീഡിംഗ് എന്നൊക്കെ പറയുന്ന ചില മെത്തേഡ്സിൽ അതിന്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, വളരെ എന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു റിസർച്ച്, ഇൻ കേസ് നമുക്കത് പോസിബിൾ ആക്കി എടുക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ ഒരു അന്വേഷണമായിരുന്നു ഏകദേശം 2021 തൊട്ട് 2020 തൊട്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനീഷ്യൽ സൈഡ് 2020 തൊട്ട് 2022 വരെയുള്ള 23 അടുക്കുന്ന വരെയുള്ള ഈ ഒരു കാലഘട്ടം, ആക്ച്വലി നമ്മുടെ കോവിഡ് പീരീഡ്, ആ സമയത്താണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നത്. കാരണം ഞാൻ കണ്ടു വളർന്ന ഇപ്പോൾ ഉള്ള പല മെന്റലിസ്റ്റുകളും, ഇപ്പോൾ പല അക്കാഡമിയിലും പഠിക്കുന്നവരെല്ലാം ഇന്നത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡിന് ശേഷം മെന്റലിസത്തിലേക്ക് എത്തിയവരാണെങ്കിൽ എന്നെ പോലെയുള്ളവർ, അല്ലെങ്കിൽ ഏകദേശം ഒരു 7-10 വർഷങ്ങൾക്ക്, ഏകദേശം ഒരു 5-6 വർഷത്തിൽ കൂടുതൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടുതലും ഇത് ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങിയിട്ടുള്ളത് മുമ്പ് റിലീസ് ആയിട്ടുള്ള ഡെറൻ ബ്രൗൺ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സീരീസ് ആയാലും അതുപോലെ തന്നെ മുമ്പ് ഉണ്ടായിട്ടുള്ള ചില TV ഷോസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായിരിക്കും കൂടുതലും ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരെയൊക്കെ കാണുന്ന എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഫേമസ് മെന്റലിസ്റ്റുകളും കണ്ടിന്യൂസ്ലി പറയുന്ന ഒരു റെഫറൻസ് പോയിന്റ് ആണ് ഷെർലോക്ക് ഹോംസ്. സോ കാരണം നമ്മളെല്ലാം കണ്ടു വളർന്ന മെന്റലിസം പെർഫോമൻസ് ഇനീഷ്യൽ സ്റ്റേജിൽ 2009 തൊട്ട് 2013 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടു വളർന്നത് ഇത്തരം സീരീസും കാര്യങ്ങളാണ്. സോ അതിലൊക്കെ ഒരു ഷെർലോക്കിയൻ സ്റ്റൈൽ അവർ
എല്ലാ മെന്റലിസ്റ്റുകളും ഫോളോ ചെയ്തിരുന്നു. സോ ഇതിൽ നിന്നാണ് ഈ ഒരു പാറ്റേൺ വന്നത്. പക്ഷേ ഇന്നത്തെ മെന്റലിസ്റ്റുകൾക്ക് ആർക്കും ആ ഒരു രീതിയിലുള്ള പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ മെത്തേഡ്സ് വളരെ ഇൻട്രീഗിങ്ങും അതുപോലെ തന്നെ വളരെ ഇൻഡെപ്ത് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഈ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് പറയാനും എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള വേസ് നമുക്ക് നോർമൽ ലോജിക്കൽ സയൻസിൽ നിന്ന് എടുക്കാൻ പറ്റും, നമുക്ക് നോർമൽ ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള മെന്റലിസം റുട്ടീൻസ് നിന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു റിസർച്ച് ആയിരുന്നു ഞാൻ അത് നടത്തിയിരുന്നത്. സോ അതിനുശേഷം ഏകദേശം ഒരുപാട് ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയറിൽ ഒരുപാട് വെസ്റ്റേൺ ആസ്ട്രോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പാം റീഡിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു കൊളാബറേഷൻ ബിൽഡ് ചെയ്തിട്ടാണ് ഞാൻ സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസം ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനത് ഏകദേശം ഒരുപാട് പേരുടെ അടുത്ത് ട്രൈ ഔട്ട് ചെയ്യുകയും കറന്റ്ലി ഒരു പോയിന്റിന് ശേഷം വളരെ ആക്യുറേറ്റ് ആയിട്ട്, സാധാരണ ഈ ഭാവി ഭൂതം പ്രവചിക്കുന്ന ഈ നോർമൽ കൈനോട്ടക്കാരോ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരോ ഒക്കെ ആക്ച്വലി ഉണ്ടാകുന്ന സയൻസ്, ഇപ്പോൾ ലോജിക്കലി ചിന്തിച്ചാൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ പല കാര്യം, ഒരു 100 കാര്യം പറഞ്ഞാൽ 2 ശരിയാവും. പക്ഷേ ആക്ച്വലി ഇതിന്റെ റിവേഴ്സ് പ്രൊസീജിയർ, ഒരു 100 കാര്യം പറഞ്ഞാൽ 98 ശരിയാകുന്ന രീതിയിൽ എങ്ങനെ ഇതിന്റെ കാൽക്കുലേഷൻസിനെ മാറ്റിയെടുക്കാം എന്നുള്ളതായിരുന്നു നോസ്ട്രഡാമസ് ആൻഡ് സൈക്കിക് മെന്റലിസത്തിന്റെ ബേസിക് തോട്ട്. സോ ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ പ്യുവർ കംപ്ലീറ്റ് ഏത്തിസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതിനുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിനകത്ത് ഈ ആസ്ട്രോളജിയുടെ ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യപ്പെടുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, ഇതൊക്കെ ആസ്ട്രോളജിയിൽ മുമ്പേ പറഞ്ഞില്ല, ഇത് ആസ്ട്രോളജിയായിട്ട് ഒരു ബന്ധവുമില്ല. അതിൽ പറയുന്ന ചില ഫാക്ടേഴ്സ് കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനും അത് പഠിക്കാനും വേണ്ടിയിട്ടാണ് അതിന്റെ റെഫറൻസ് വെച്ചിരിക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങളുടെ റെഫറൻസിലൂടെയാണ് സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസം വർക്ക് ആവുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്, ഇതൊരിക്കലും നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോന് വേണ്ടിയിട്ടോ ഒരു ഷോർട്ട് പീരീഡിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഈ സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസത്തിന്റെ എഫക്റ്റ്, ഒരു പെർഫോമൻസ് എഫക്റ്റ് ഏകദേശം 35 മിനിറ്റ് മുതൽ ഏകദേശം 1-2 ദിവസം വരെ എടുക്കുന്ന ഒരു ലോങ് എഫക്റ്റ് ആണ്. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇതിന്റെ പെർഫോം ചെയ്യാൻ പറ്റുന്ന അതിൻ്റെതായിട്ടുള്ള വെന്യൂസും ഇന്റർനാഷണൽ സ്റ്റേജസും ഉണ്ട്. സോ അതിലേക്കുള്ള ഒരു അപ്ഗ്രേഡേഷൻ ആയിരുന്നു എൻ്റെ കരിയറിൽ ഞാൻ ഇത് കൊണ്ടുവരാൻ കാരണം. ഇപ്പോൾ അതിലും വലിയൊരു കാര്യങ്ങളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസം ഒരിക്കലും നിങ്ങൾക്കൊരു ഷോന് വേണ്ടി യൂസ് ചെയ്യാം, ഒരു നിങ്ങളുടെ തിയേറ്റർ ഷോസിനോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഷോസിനോ വേണ്ടി യൂസ് ചെയ്യാമെന്ന അപ്പുറത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് റീൽ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനോ ഇത് ഒരിക്കലും സഹായിക്കില്ല. ഇത് ആക്ച്വലി മെന്റലിസത്തിൽ ഒരു റിയൽ ലൈഫ് സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ വരാനും അതുപോലെ തന്നെ ഇതിന്റെ ബിൽഡപ്പ് എത്രത്തോളം ഒരു ഇപ്പോൾ ഉള്ള മെന്റലിസ്റ്റുകൾക്ക്, ഞാൻ ഇത് റിലീസ് ചെയ്യാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി ഇതിനൊപ്പം ഞാൻ പറഞ്ഞേക്കാം. ഇന്നത്തെ മെന്റലിസം, ഞാനൊക്കെ മെന്റലിസം എന്ന ഫീൽഡിൽ വരുന്ന സമയത്ത്, ഇപ്പോൾ ഞാനൊരു മെന്റലിസം എന്ന ടാഗോട് കൂടി പെർഫോം ചെയ്യുന്ന സമയത്ത്, അത് ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ നമുക്ക് ഒരു ഫാമിലിയുടെ ഉള്ളിലായാലും അല്ലെങ്കിൽ അതുപോലെ തന്നെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പെർഫോമിംഗ് വേദികളിലെല്ലാം തന്നെ മെന്റലിസം എന്ന് പറയുന്ന വളരെ കൗതുകത്തോടും ഒരുപാട് റെസ്പെക്റ്റോടും കൂടി നമ്മളെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മെന്റലിസം മാറിക്കഴിഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ആ റെസ്പെക്റ്റും മറ്റു കാര്യങ്ങളും തിരിച്ചു പിടിക്കാൻ, കാരണം ഇന്നും പലരും ഇപ്പോൾ ഞാൻ നോർമലി പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പലതും, പ്രത്യേകിച്ച് കേരളത്തിൽ ഈവൻ എൻ്റെ സ്കൂൾ കോളേജ് ഗ്രൂപ്പുകളിലൊക്കെ ഒരു മെന്റലിസം എന്ന രീതിയിൽ ഞാൻ എൻ്റെ നെയിമും ഷൂസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ട്രോളും കാര്യങ്ങളും അവർ എനിക്ക് അയച്ചു തരും, ഒരു കളിയാക്കുന്ന രീതിയിൽ. അത് കൂട്ടുകാരുടെ സ്വാഭാവികമാണല്ലോ. പക്ഷേ വൺസ് ഞാൻ ഈ കാര്യങ്ങൾ സൈക്കിക് ആൻഡ് നോസ്ട്രഡാമസ് മെന്റലിസം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പെർഫോം ചെയ്തതിന് ശേഷം അവരൊരിക്കലും എനിക്ക് ഇത്തരം റീലുകളോ മറ്റു കാര്യങ്ങളോ അയച്ചു തന്നിട്ടില്ല. കാരണം അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനപ്പുറം മെന്റലിസത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഈ ഒരു എഫക്റ്റിലൂടെ. സോ അതാണ് ഞാൻ ഇത്രയും ഫോഴ്സ്ഫുള്ളി ഇതിനകത്ത് ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം. സോ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അക്കാഡമിയിൽ അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയത്. സോ അത് ഒരുപാട് പേർക്ക് അതിൻ്റെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, അത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ ഞാൻ വന്ന മെസ്സേജുകളിൽ ഒരുപാട് പേർക്കും ഞാൻ ഓപ്പൺ ആയിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം അതാണ്, ഇത് പഠിച്ചെടുക്കാൻ മിനിമം ഒരു 5-6 മാസം ടൈം എടുക്കും നിങ്ങൾക്ക് ബേസിക് ലെവലിലെങ്കിലും എത്താൻ. സോ അത്രയും ടൈമും കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനകത്തോട്ട് പഠിക്കാൻ വരാൻ പലർക്കും താല്പര്യമില്ലായിരുന്നു. കാരണം അവർ കണ്ട് പരിചയിച്ച എല്ലാ മെന്റലിസം അക്കാഡമികളിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം അവർ കണ്ടു വളർന്നത് അല്ലെങ്കിൽ കണ്ടു വന്നത് എല്ലാം തന്നെ എളുപ്പത്തിൽ എങ്ങനെ ചില നോർമൽ ട്രിക്സിലൂടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടെക്നിക്സിലൂടെ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആവാം അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിൽ ഫേമസ് ആവാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കൂടുതലും ഇൻഡെപ്ത് ആയിട്ട് ഹൈ ആൻഡ് പ്രൊഫഷണൽ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ സമയവും കാര്യവും എല്ലാം എടുക്കും. സോ അതിനു വേണ്ടി തയ്യാറാവാൻ
ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ആ വീഡിയോ കണ്ട് മെസ്സേജ് അയക്കാൻ എന്താണ് ഒരു എഫേർട്ട് എടുത്തവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയുള്ളൂ. അത് അറിയാതെ പോകുന്ന അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ ഉള്ളിൽ ചിലർ റെസ്പോണ്ട് ചെയ്യാൻ മടിക്കുന്നവരുണ്ട്, റെസ്പോണ്ട് ചെയ്യാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സോ അവർക്കൊക്കെ ഇത് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സ്പെസിഫിക്കലി ഞാൻ ചെയ്യുന്നത്. സോ ഈ വീഡിയോ കണ്ട് ഇത് അറിയാൻ ആഗ്രഹിക്കുന്നവർ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർ എന്നെ കോൺടാക്ട് ചെയ്യുക. അത്രയും ഇൻട്രസ്റ്റ് ആണ്. കാരണം ഈ ഒരു കാര്യം അടുത്തൊരു ബാച്ചിലേക്ക് എനിക്ക് പകർന്നു കൊടുക്കണം. കാരണം ഇപ്പോൾ ഇത് ഞാൻ മാത്രമാണ് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം വിജയമാണ്. കാരണം എനിക്ക് മാത്രമായിട്ടുള്ളൊരു യുണീക് സ്പേസ് ആയിരിക്കും അത്. പക്ഷേ അത് യുണീക് സ്പേസ് ആയിരുന്നു കുറച്ച് കാലഘട്ടം വരെ. ഇപ്പോൾ ഞാൻ അതിൽ നിന്നും അപ്ഗ്രേഡ് ആയിട്ട് മറ്റൊരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് ഇത് കുറച്ചും കൂടി ഇൻ ഡെപ്ത് ആയിട്ട് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ മേക്ക് ചെയ്യുന്നത്. സോ ഈ വീഡിയോ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ആ വീഡിയോ എൻ്റെ അക്കാഡമിയുടെ പ്രൊമോഷൻ ആണെന്ന്. ആ വീഡിയോ ഒരിക്കലും എൻ്റെ അക്കാഡമിയുടെ പ്രൊമോഷൻ അല്ല. പക്ഷേ ഈ വീഡിയോ പ്രൊമോഷൻ ആണ്. ഈ ഒരു ആർട്ട് ഫോം, ഈ ഒരു മെന്റലിസം എന്ന ആർട്ട് ഫോമിൽ ഈ ഒരു അപ്ഗ്രഡേഷൻ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിസിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ പ്രൊമോഷൻ തന്നെയാണ് ഈ വീഡിയോ. സോ അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ, അത് അറിയാൻ ആഗ്രഹമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ അക്കാഡമിയായിട്ട് കോൺടാക്ട് ചെയ്യുക. മറ്റു വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന മാക്സിമം ഇത്ര മാത്രമാണ്. കാരണം ഇൻഡെപ്ത് ഇനി സംസാരിക്കണമെങ്കിൽ അതിന് ഇൻഡെപ്ത് ആയിട്ട് സംസാരിക്കേണ്ടതുണ്ടായിരിക്കും. പക്ഷേ ഇതിനെല്ലാം ഒരു ലോജിക്, നിങ്ങൾക്കും ഇത് എങ്ങനെ നേടിയെടുക്കാമെന്നുള്ള ബേസിക് ലോജിക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈ. நீங்க ரிஸ்ட்வாஷன் ஞாபகம் வருது. ஆக்சுவலி விஸ்வரூபம் அந்த கான்ட்ரவர்சி வந்தப்போ டைரக்டா இதுல போடலாம்னு சொல்லியிருந்தீங்க. அப்போ பயங்கரமா ரெசிஸ்டன்ஸ் வந்தது. பட் தட் இஸ் வாட் இஸ் ஹேப்பனிங் டுடே. அந்த நாஸ்டடாமஸ் குவாலிட்டி எல்லாத்துலயுமே உங்களுக்கு இருக்கு. ஒரு மாதிரி இது மாதிரி நடக்க போகிறது இல்லை சார். நாஸ்டடாமஸ் நல்லவரா கெட்டவரா தெரியாது. அவரை இப்போ போய் இன்னுமே கேட்கவும் முடியாது. பட் ஐ டூ பிலீவ் தட் இஃப் யூ ரீட் யுவர் ஹிஸ்டரி கேர்ஃபுல்லி and watch your presence, you are almost 90% right about what will happen. முக்காலமும் உணர்தலுக்கு முனியா இருக்க வேண்டியதில்லை. முனைப்புடன் நேற்றையும் இன்றையும் நினைத்தால் நாளை நமதே.